ദൈവത്തിന് സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം നമ്മുടെ ഹൃദയവും മനസ്സും പ്രിയപ്പെട്ട ശിഷ്യനായ വിശുദ്ധ യോഹന്നാനിലേക്ക് തിരിക്കാം. സുവിശേഷ വിവരണത്തിലും സഭയുടെ ചരിത്രത്തിലും വിശുദ്ധനായ യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ അതുല്യവും വിലപ്പെട്ടതുമായ ഒരു സ്ഥാനം വഹിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ആഴമേറിയതും ധ്യാനാത്മകവുമായ സ്നേഹത്തിന് പേരുകേട്ട യോഹന്നാൻ ശ്ലീഹായുടെ ജീവിതവും രചനകളും നമുക്ക് അഗാധമായ ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളും സ്നേഹത്തെയും സത്യത്തെയും കുറിച്ചുള്ള ശാശ്വതമായ പഠിപ്പിക്കലുകളും നൽകുന്നു. യേശുവുമായുള്ള യോഹന്നാന്റെ അടുത്ത ബന്ധം പുതിയ നിയമത്തിൽ ഉടനീളം പ്രകടമാണ്. അവൻ യേശുവിന്റെ ആന്തരിക വൃത്തത്തിന്റെ ഭാഗമായിരുന്നു. രൂപാന്തരീകരണം, ഗെത്സമൻ തോട്ടത്തിലെ വേദന തുടങ്ങിയ സുപ്രധാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അന്ത്യ അത്താഴ വേളയിൽ യോഹന്നാൻ യേശുവിന്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്നതായി വിവരിക്കപ്പെടുന്നു. അത് അടുത്ത സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ആംഗ്യമാണ്. ഈ അടുപ്പം അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന പദവി നേടിക്കൊടുത്തു. അത് നമ്മുടെ കർത്താവിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ആഴത്തെ അടിവരയിടുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ അഗാധമായ ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളാൽ വേറിട്ടു നിൽക്കുകയും ക്രിസ്തുവിന്റെ ദൈവികതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന പ്രാരംഭ വാക്യങ്ങളിൽ നിന്ന് വിശുദ്ധ യോഹന്നാൻ യേശുവിനെ മാംസമാക്കിയ ദൈവത്തിന്റെ നിത്യവചനമായി ഊന്നിപ്പറയുന്നു. കേവലം ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയിൽ മാത്രമല്ല, ദൈവത്തിന്റെ അവതാരപുത്രനായും ലോകത്തിന്റെ വെളിച്ചമായും നിത്യജീവന്റെ ഉറവിടമായും യേശു ആരാണെന്ന ആഴത്തിലുള്ള ധാരണയിലേക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മെ നയിക്കുന്നു. യോഹന്നാന്റെ ലേഖനങ്ങൾ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും കേന്ദ്ര വിഷയങ്ങളിൽ കൂടുതൽ വിപുലീകരിക്കുന്നു. ദൈവം സ്നേഹമാണ് എന്നും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അന്യോന്യമുള്ള സ്നേഹത്തിലൂടെ പ്രകടമാകുമെന്നും ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ വെളിച്ചത്തിലും സത്യത്തിലും ജീവിക്കാൻ വിശുദ്ധ യോഹന്നാന്റെ രചനകൾ നമ്മെ വിളിക്കുന്നു. അവനിൽ വസിക്കാനും അവന്റെ സ്നേഹം നമ്മെ പൂർണ്ണമാക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. ശ്ലീഹ എഴുതുന്നു, നമുക്ക് അന്യോന്യം സ്നേഹിക്കാം, കാരണം സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സ്നേഹിക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, ദൈവത്തെ അറിയുന്നു. ഈ ഗഹനമായ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആധികാരിക ക്രിസ്തീയ ജീവിതം ദൈവത്തോടുള്ള സ്നേഹത്തിലും നമ്മുടെ അയൽക്കാരോടുള്ള സ്നേഹത്തിലും വേരൂന്നിയതാണ് എന്നാണ്. വിശുദ്ധ യോഹന്നാന്റെ ജീവിതം തന്നെ ക്രിസ്തുവിനോടുള്ള ആഴമേറിയതും ധ്യാനാത്മകവുമായ സ്നേഹത്തിന്റെ മാതൃകയാണ്. അവൻ കുരിശിൽ യേശുവിനോട് ചേർന്ന് നിന്ന് ഇരുണ്ട മണിക്കൂറിൽ വിശ്വസ്തത പാലിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ്. വിശുദ്ധ യോഹന്നാനോടുള്ള വിശ്വാസവും വാത്സല്യവും പ്രകടമാക്കിക്കൊണ്ട് യേശു തന്റെ അമ്മയായ വിശുദ്ധ മറിയാമിന്റെ സംരക്ഷണം വിശുദ്ധ യോഹന്നാനെ ഏൽപ്പിച്ചു. ഈ പ്രവൃത്തി യോഹന്നാൻ ശ്ലീഹായുടെ അനുകമ്പയുള്ള ഹൃദയത്തെയും ആദിമ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പരിപാലകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പങ്കിനെയും എടുത്തു കാണിക്കുന്നു. സ്നേഹത്തെയും സത്യത്തെയും കുറിച്ചുള്ള യോഹന്നാൻ ശ്ലീഹായുടെ പഠിപ്പിക്കലുകൾ ഇന്നും നമ്മെ നയിപ്പിക്കുന്നു. വിഭജനവും അസത്യവും പലപ്പോഴും അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് വിശുദ്ധ യോഹന്നാൻ നമ്മെ സുവിശേഷത്തിന്റെ കാതലായ സ്നേഹത്തിലേക്കും സത്യത്തിലേക്കും തിരികെ വിളിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കാനും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിൽ പ്രകാശിപ്പിക്കാനും ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ ജീവിതത്തെയും രചനകളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള ആഴമേറിയതും ധ്യാനാത്മകമായ സ്നേഹത്തിന്റെ മാതൃകയിൽ നിന്ന് നമുക്ക് പ്രചോദനം ലഭിക്കും. അവന്റെ വചനത്തിന്റെ സത്യവും അവന്റെ സ്നേഹത്തിന്റെ പരിവർത്തന ശക്തിയും സ്വീകരിച്ചുകൊണ്ട് യേശുവുമായുള്ള നമ്മുടെ ആത്മബന്ധം ആഴത്തിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ക്രിസ്തു നമ്മെ സ്നേഹിച്ച പോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ലോകത്തിൽ അവന്റെ വെളിച്ചത്തിന്റെയും സത്യത്തിന്റെയും വഴിവിളക്കുകളായി മാറാം. വിശുദ്ധ യോഹന്നാന്റെ മധ്യസ്ഥതയാൽ ദൈവത്തിന്റെ സ്നേഹത്തെയും സത്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ചിന്തയിൽ നമുക്ക് വളരാം. കൂടാതെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സുവിശേഷത്തിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുകയും ചെയ്യാം. ആമേൻ.